ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ജ്ഞാന വിജ്ഞാന യോഗം. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, ഹേ കുന്തിപുത്ര, എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നതുകൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ വിശദമായി പറയാം, കേൾക്കൂ. വളരെ വിശദമായി ഭഗവാനെക്കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ് എന്ന് അർജുനനോട് പറയാൻ പോവുകയാണ് ഭഗവാൻ. ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ അതീന്ദ്രിയമായ മേഖലയിലേക്ക്, വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് ഭഗവാൻ അർജുനനെ വഴിതെളിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം, ജ്ഞാനം തേ അഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമി അശേഷത യത് ജ്ഞാത്വാ ന ഇഹ ഭൂയോ അന്യത് ജ്ഞാതവ്യമവശിഷ്യതേ. ജ്ഞാനം തേ അഹം സവിജ്ഞാനം, ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും കുറിച്ച് വിശദീകരിച്ച്, ഇദം വക്ഷ്യാമി അശേഷത, അശേഷത ഒട്ടൊഴിയാതെ ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ, ഇദം വക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം. ജ്ഞാനത്തെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും വളരെ വിശദമായി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. യത് ജ്ഞാത്വാ ന ഇഹ ഭൂയോ, ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വീണ്ടും അന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ, വേറെ യാതൊന്നും അറിയാൻ അവശേഷിക്കുന്നില്ല. ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. ഈ ജ്ഞാനവും വിജ്ഞാനവും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂലോകത്ത് വേറെ യാതൊന്നിനെക്കുറിച്ചും നിനക്ക് അറിയാൻ ബാക്കിയുണ്ടാവില്ല എന്ന് പറയുകയാണ്. ശ്രീമദ് ഭാഗവതം കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നമ്മൾ ഇതുതന്നെയാണ് നോക്കിയത്. ബ്രഹ്മദേവൻ ഭഗവാനോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ, അതിന് ഭഗവാൻ പറയുന്ന 4 മറുപടിയും അതേ ഉത്തരങ്ങൾ തന്നെയാണ്, അതേ ജ്ഞാനം തന്നെയാണ് ഇവിടെ ബ്രഹ്മദേവൻ എന്ന പോലെ, തൻ്റെ ശിഷ്യനായിട്ടുള്ള ബ്രഹ്മദേവൻ എന്നതുപോലെ തന്നെ ഭഗവാൻ അർജുനനും വിവരിക്കാൻ പോകുന്നത്. അല്ലയോ പാർത്ഥ, ഏത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ ഒന്നും അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ? ഈ ജ്ഞാനത്തെ പൂർണ്ണമായി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ഇപ്പോൾ നിനക്ക് സിദ്ധാന്തപരമായ അറിവ്, അതായത് ജ്ഞാനം, അനുഭവജ്ഞാനത്തെപ്പറ്റി. എന്താണ് അനുഭവജ്ഞാനം? ജ്ഞാനം മനനം ചെയ്ത് ഒരാൾ പൂർണ്ണമായും അറിയുമ്പോഴുണ്ടാകുന്നതാണ് അനുഭവജ്ഞാനം, അതായത് വിജ്ഞാനം. ജ്ഞാനത്തെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അജ്ഞാനത്തെക്കുറിച്ചും ഞാൻ ഉപദേശിക്കാം. ഈ പ്രപഞ്ചം മുഴുവനും സത്യമാണെന്നുള്ള തോന്നലാണ് അജ്ഞാനം. ഇത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂലോകത്തിൽ വേറെ യാതൊന്നിനെക്കുറിച്ചും നിനക്ക് അറിയേണ്ടതില്ല. ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഒരു ചേതന, ഇത് ഈ പ്രപഞ്ചം ഈ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനു പുറകിൽ ഒരു ശക്തി വേണം. ആ ശക്തിയെക്കുറിച്ചുള്ള അറിവ്, ഈ രണ്ടിൻ്റെയും ഉറവിടത്തെക്കുറിച്ചുള്ള അറിവ്, ഇതാണ് സമഗ്രമായ ജ്ഞാനം. ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം. അർജുനൻ തൻ്റെ വിശ്വസ്ത ശിഷ്യനും സുഹൃത്തും ആയതുകൊണ്ടാണ് ഭഗവാൻ ഈ ജ്ഞാനം ഉപദേശിക്കാൻ തുനിയുന്നത്. എല്ലാ വസ്തുവിൻ്റെയും ഉറവിടവും അതിൻ്റെ കാരണഭൂതനും വിവിധ യോഗാനുഷ്ഠാനങ്ങളുടെ ഏകലക്ഷ്യവും എന്തെന്നറിയാൻ തക്ക ബുദ്ധിശക്തിയുള്ള ഒരാളായിരുന്നു അർജുനൻ. പൂർണ്ണമായും ഭക്തനായിരുന്നതുകൊണ്ടും താൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള കഴിവ് ഉള്ളതുകൊണ്ടുമാണ് ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത്. അതായത് കസ്മിൻ ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിൻ്റെയും ഉറവിടം, സർവകാരണങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ള ഭഗവാൻ. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരണം. സച്ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള ആദിഭഗവാനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. അപ്പോൾ എല്ലാ കാരണത്തിൻ്റെയും കാരണമായിട്ടുള്ളത് ഭഗവാനാണ്. ആ കാര്യം ഞാൻ ഉപദേശിച്ചു തരാം. ജ്ഞാനവും അജ്ഞാനവും വിജ്ഞാനവും എന്താണ് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് ഭഗവാൻ പറയുകയാണ്. മൂന്നാമത്തെ ശ്ലോകം, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യത്താം അഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വത. മനുഷ്യാണാം സഹസ്രേഷു, നമുക്കറിയാം 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ ഇടയിൽ നിന്ന്
എത്രയോ ജീവിതം കഴിഞ്ഞതിന് ശേഷം പല വിധത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷമാണ് മനുഷ്യജീവൻ കിട്ടിയിരിക്കുന്നത്. മനുഷ്യജീവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭഗവാന്റെ പാദാംബുജങ്ങളിൽ എവിടെ നിന്നാണോ താൻ വന്നിരിക്കുന്നത് ആ ധാമത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളതാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഭഗവാൻ പറയുന്നു, എത്ര മാത്രം മനുഷ്യരുണ്ടെങ്കിലും ആയിരക്കണക്കിന് മനുഷ്യർ, മനുഷ്യാനാം സഹസ്രേഷു, ആയിരക്കണക്കിന് മനുഷ്യരിൽ കശ്ചിത് യദതി സിദ്ധയെ, ഒരാൾ മാത്രമാണ് സിദ്ധിക്കായിട്ട് ഭഗവാനെ അറിയുന്നതിനു വേണ്ടി യത്നിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ശ്രീമദ് ഭാഗവതവും ശ്രീമദ് ഭഗവത്ഗീതയും എല്ലാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ആ ആയിരങ്ങളിൽ ഒരാളാണ് എന്ന് നമുക്ക് ഭഗവാനോട്, അതിനുള്ള ഭാഗ്യം ലഭിച്ചതിന് നമുക്ക് ഭഗവാനോട് നന്ദി പറയാം അല്ലേ. എത്രയോ ആളുകളുണ്ട്, അതിൽ ആർക്കും തന്നെ കിട്ടാത്ത ഒരു അസുലഭ സന്ദർഭമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കേൾക്കുക, ഭഗവാന്റെ കഥകളും ഭഗവാന്റെ കീർത്തനങ്ങളും കേൾക്കുകയും ആലപിക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ വലിയ പുണ്യമാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളിൽ യതദാമഭിസിദ്ധാനാം, അത്രയും പേരിൽ, ഈ സിദ്ധിക്കുന്നവരിൽ, ഈ സിദ്ധരിലും വച്ച് യത്നിക്കുന്ന പ്രവർത്തിക്കുന്നവരിൽ വച്ച് ഈ സിദ്ധിക്ക് വേണ്ടി, എന്ത് സിദ്ധിക്കാണ്? ഭഗവാനെ അറിയുക എന്നുള്ള സിദ്ധിക്ക് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുന്നവരിലും വച്ച് കശ്ചിത് മാം വേത്തി തത്വത, ഒരാൾ മാത്രം എന്നെ വഴി പോലെ അറിയുന്നു. ഭഗവാനെ യഥാരീതിയിൽ അറിയുന്നത് ഒരാൾ മാത്രമാണ് എത്രയോ ആളുകളിൽ വച്ച്. ഭഗവാൻ പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ, അതിൽ ഒരാൾ ഞാൻ എന്നെ അറിയുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമം നടത്തുന്നവരിലും ഒരാൾ മാത്രമാണ് എന്നെ വഴിയെ മനസ്സിലാക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നുമില്ല. എത്രയോ തരം മനുഷ്യരാണല്ലേ. അതിൽ അനേകായിരങ്ങളിൽ ഒരാൾക്ക് മാത്രം പരമസത്യം എന്താണ്, ശരീരമെന്നാൽ എന്താണ്, ആത്മാവെന്നാൽ എന്താണ് എന്നാൽ അറിയാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തുന്നുള്ളൂ. നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ ഇത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ കുടുംബത്തിലും ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും വളരെ വളരെ ചുരുക്കം പേർ മാത്രമേ എന്താണ് ഭഗവാൻ എന്നറിയാൻ ശ്രമിക്കുന്നുള്ളൂ. ആരോടെങ്കിലും പറയാൻ പോയാൽ തന്നെ പിന്നീട് അവർ നമ്മളോട് മിണ്ടിയില്ല എന്ന് വരും, ഹിന്ദുക്കളാണെങ്കിൽ പോലും. അത്രയും വിരളമാണ് ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം. സാധാരണ മനുഷ്യർക്ക് സുഖിക്കണം, ഉറങ്ങണം, സ്വയം മറ്റുള്ളവരിൽ നിന്ന് ഒരു രക്ഷ വേണം, തൻ്റെ ആഗ്രഹങ്ങൾ തുടങ്ങിയ ജന്തുസഹജങ്ങളായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് തന്നെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ഒരു സാധാരണ ജന്തു, ഒരു മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം യാതൊന്നും തന്നെ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് മനുഷ്യജന്മം നൽകിയിരിക്കുന്നത്? മനുഷ്യജന്മം നൽകിയിരിക്കുന്നത് ഭഗവാനെ അറിയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള അതീന്ദ്രിയമായ ജ്ഞാനത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ ദുർലഭമാണ് എന്ന് ഭഗവാൻ പറയുകയാണ് അർജുനനോട്. ഭഗവത് സേവനം മാത്രം മതി ഭഗവാനെ അറിയുന്നതിന്. ഭഗവത് സേവനം എങ്ങനെയായിരിക്കണം? ശ്രുതിസ്മൃതി പുരാണാദി പഞ്ചരാത്ര വിധിം വിന ഐകാന്തികി ഹരേ ഭക്തി ഉത്പാദായവേ കൽപ്പതേ. എന്താണ് ശ്രുതിസ്മൃതി? ഉപനിഷത്തുകൾ, പുരാണാദി പുരാണങ്ങൾ, പഞ്ചരാത്ര വിധിം വിന. പഞ്ചരാത്ര വിധി നിർദ്ദേശിച്ചിരിക്കുന്നത് നാരദ മഹർഷിയാണ്. എന്താണ് പഞ്ചരാത്ര വിധി? പഞ്ചരാത്ര വിധി വീടുകളിൽ ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനങ്ങളും നാമജപങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്ന്. പഞ്ചരാത്രം 5 കാര്യങ്ങളാണ്. ഒന്ന്, നാമജപം, കീർത്തനം എന്നിവ വീടുകളിൽ ഉണ്ടായിരിക്കണം. വിളക്ക് കൊളുത്തി നാമജപം ഉണ്ടായിരിക്കണം. 2, ഭഗവത്ഗീത പോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ വായിക്കണം. 3, ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം. 4, ഭഗവത് പ്രസാദം ഭഗവാന് അർപ്പിച്ചത് കഴിക്കണം. 5, സത്സംഗങ്ങളിൽ ഏർപ്പെടണം. പുണ്യ ആത്മാക്കളുമായി അല്ലെങ്കിൽ ഭഗവാനുമായി ഇഷ്ടമുള്ളവരുമായി സംസാരിക്കണം, അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അവരിൽ നിന്നുള്ള ഭക്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. ഈ 5 വിധത്തിലാണ് ഭക്തി മുന്നോട്ട് പോവുകയുള്ളൂ. വിളക്ക് കൊളുത്തിയില്ല, നാമജപമില്ല, ഭഗവത് പുരാണങ്ങളൊന്നും വായിക്കുന്നില്ല, ഭഗവത് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഭക്തി താഴേക്ക് പോകുന്നത്. ഭക്തി വളരാൻ വേറെ ഒന്നും തന്നെ വേണ്ട. നവവിധ ഭക്തിയിലൂടെ, പഞ്ചരാത്ര വിധിയിലൂടെ ഭക്തി കൂടിക്കൂടി ഭഗവാനിലേക്കുള്ള വഴി കൂടുതൽ സുഗമമായി തീരുകയാണ്. അങ്ങനെ
പ്രേമപൂർവം ഭഗവാനെ സ്മരിക്കുന്നവർക്ക്, ഭഗവാന്റെ സേവകളിൽ ഏർപ്പെടുന്നവർക്ക് അഥ ശ്രീകൃഷ്ണനാമാദി ന ഭവേത് ഗ്രാഹ്യമിന്ദ്രിയ സേവോന്മുഖേ ഹി ജിഹ്വാദൗ സ്വയമേവ സ്ഫുരത്യത. ഭഗവാൻ സ്വയം പ്രത്യക്ഷനാകണം. ഭക്തി മൂലം എങ്ങനെയാണോ കുറൂരമ്മയ്ക്കും പൂന്താനത്തിനുമെല്ലാം ഭഗവാനെ കാണാൻ സാധിച്ചത്, പ്രേമം മൂലമുള്ള അഞ്ജനം കൊണ്ട്, ഭഗവാനെ പ്രേമാഞ്ജനം കൊണ്ട് കണ്ണുകൾ എഴുതിയത് കൊണ്ടാണ് ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാൻ പറയുന്നത്, സ്ഥൂല ഇന്ദ്രിയങ്ങൾ കൊണ്ട് കൃഷ്ണനെ അറിയുവാൻ ആർക്കും സാധിക്കുകയില്ല. പ്രേമപൂർവം തന്നെ സേവിക്കുന്നവരിൽ കരുണ തോന്നി ഭഗവാൻ അവർക്ക് സ്വയം തന്നെ പ്രത്യക്ഷപ്പെടണം. എല്ലാത്തിൻ്റെയും ഉറവിടമാണ് എന്നാണ് ഭഗവാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, ഭൂമി ആപോ അനലോ വായു ഖം മനോ ബുദ്ധിയേവ ച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതി അഷ്ടധാ. ഭൂമി ആപ അനലോ വായു. ഭൂമി ജലം അഗ്നി വായു. ആപ ജലം, അനലോ അഗ്നി. ഭൂമി ജലം അഗ്നി വായു. ഖം മനോ ബുദ്ധി ഏവ ച. ഖം ആകാശം, മനസ്സ് ബുദ്ധി ഇവ. അഹങ്കാര ഇതീയം മേ. അഹങ്കാരം ഇങ്ങനെ. ഭിന്നാ പ്രകൃതി അഷ്ടധ. ഭിന്നമായ പ്രകൃതി 8 എണ്ണമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും കാരണമെന്ന് മനസ്സിലാക്കി. ആ ഭഗവാന്റെ സ്വരൂപത്തെയും അതിനുശേഷം വിവിധ ശക്തികളെയും വിശകലനം ചെയ്യുകയാണിവിടെ. ഭൗതിക സത്ത എന്നറിയപ്പെടുന്ന ഭൗതികമായിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. തൻ്റെ വിവിധ പുരുഷ അവതാരങ്ങളിലെ ഭഗവാന്റെ ശക്തിയാണ് ഭൗതിക പ്രകൃതി. വിവിധ പുരുഷ അവതാരങ്ങൾ: കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇത് 3 പുരുഷ അവതാരങ്ങളാണ് ഭഗവാന്റെ. വിഷ്ണോസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാനതോ വിദു. ഏകം തു മഹദാ സൃഷ്ടോ ദ്വിതീയം തു അണ്ഡസംസ്ഥിതം തൃതീയം സർവഭൂതസ്ത്വം താനി ജ്ഞാത്വാ വിമുച്യതേ. പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടി ഭഗവാന്റെ പൂർണ്ണ രൂപ വിസ്തരണം 3 വിഷ്ണു രൂപങ്ങൾ കൈക്കൊള്ളുകയാണ്. ആദ്യത്തേത് മഹാവിഷ്ണു എന്നറിയപ്പെടുന്ന കാരണോദകശായി വിഷ്ണു. മഹത്തത്വം എന്ന സമഗ്ര പ്രപഞ്ച സൃഷ്ടിയെ നടത്തുന്നത് ഈ മഹാവിഷ്ണു എന്ന കാരണോദകശായി വിഷ്ണുവാണ്. ഓരോ പ്രപഞ്ചത്തിനും വ്യത്യസ്ത വൈവിധ്യം നൽകിക്കൊണ്ട് അവയിൽ എല്ലാം ഉൾപ്പോകുന്ന ഗർഭോദകശായി വിഷ്ണുവാണ് 2ാമത്തെ മൂർത്തി. 3ാമത്തേത് ക്ഷീരോദകശായി വിഷ്ണു. സർവ പ്രപഞ്ച വ്യാപ്തമായ പരമാത്മാവാണ്. ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്നത് ക്ഷീരോദകശായി വിഷ്ണുവാണ്. അവിടുന്ന് ഓരോ അണുവിലും കുടികൊള്ളുകയാണ്. വിഷ്ണുവിൻ്റെ ഈ മൂർത്തി ത്രയത്തെക്കുറിച്ച് അറിയുന്നവന് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. അപ്പോൾ ഭഗവാന്റെ 3 പുരുഷ അവതാരങ്ങളാണ് കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. കാരണോദകശായി വിഷ്ണു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. 2ാമത്തേതായ ഗർഭോദകശായി വിഷ്ണു ഈ പ്രപഞ്ചത്തിന് വൈവിധ്യം നൽകിക്കൊണ്ട് ഓരോ അണുവിലും ഉൾപ്പോവുകയാണ്. ഇങ്ങനെ 3 തരത്തിലാണ് ഭഗവാന്റെ പുരുഷ അവതാരങ്ങൾ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ 3 ശക്തികളിൽ നിന്നാണ് പ്രകൃതി ശക്തിയുടെ മുഖ്യ വിഭാഗങ്ങൾ എന്നീ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഭൂമി, ആപോ, അനലോ, വായു, ഖം, മനോ, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ 8 കാര്യങ്ങൾ പ്രകൃതി ശക്തിയുടെ മുഖ്യ വിഭാഗങ്ങളായ 8 വിധമെന്ന് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ 5 എണ്ണം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇവയെ പഞ്ചമഹാഭൂതങ്ങളെന്നാണ് പറയുന്നത്. ഇവയാണ് 5 ഇന്ദ്രിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവയാണ് പ്രത്യക്ഷ ഭാവങ്ങളാണ് ഈ മഹാഭൂതങ്ങൾ. പ്രപഞ്ച സൃഷ്ടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ നിന്നും മഹത്തത്വമുണ്ടാകുന്നു. ആ മഹത്തത്വത്തിൽ നിന്ന് ശബ്ദത്തോടു കൂടി, അതാണ് നമ്മൾ പറഞ്ഞത് ശബ്ദം, ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടാകുന്നു. പിന്നീട് ആകാശത്ത് നിന്നും സ്പർശഭാവത്തോടു കൂടി വായു ഉണ്ടാവുകയാണ്. വായുവിൽ നിന്നും രൂപത്തോടു കൂടി അഗ്നി ഉണ്ടാകുന്നു. അഗ്നിയിൽ നിന്നും രസത്തോടു കൂടിയ ജലമുണ്ടാവുകയാണ്. ജലത്തിൽ നിന്നും ഗന്ധത്തോടു കൂടി ഭൂമിയും ഉണ്ടാകുന്നു. ഇതാണ് പ്രപഞ്ച സൃഷ്ടി. ഞാൻ എന്ന ഭാവം, ഇത് എൻ്റേതാണ്. ഈ ആളുകളെല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. ഈ കാണുന്ന വസ്തുക്കളെല്ലാം എൻ്റെയാണ്.
ഈ പണം എൻ്റേതാണ് എന്നുള്ള ഭൗതിക ജീവിതത്തിൻ്റെ ആണിക്കല്ലായ മിഥ്യ അഹങ്കാരം ഭൗതിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ 10 ഇന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളുകയാണ്. മഹത്തത്വമെന്ന് അറിയപ്പെടുന്ന സമഗ്ര ഭൗതിക സൃഷ്ടിയെ ബുദ്ധി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ 8 വിശിഷ്ടമായിട്ടുള്ള ശക്തികളിൽ നിന്ന് അല്ലെങ്കിൽ വിഭിന്നമായിട്ടുള്ള ശക്തികളിൽ നിന്ന് സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ 24 മൂലകങ്ങൾ ഉളവാവുകയാണ്. ഇതാണ് കപിലദേവന്റെ സാഖ്യ സിദ്ധാന്തം. അതായത് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം ഇവ അടങ്ങിയ ദ്രവ്യങ്ങളുള്ള ഈ ശക്തിയെയാണ് ഭഗവാന്റെ അധമശക്തി എന്ന് പറയുന്നത്. സ്ഥൂല പദാർത്ഥവും, സ്ഥൂലം എന്ന് പറയുമ്പോൾ ഭൂമി പോലുള്ള വിവിധ ഗ്രഹങ്ങളും അല്ല എങ്കിൽ എന്തും നമുക്ക് കാണാനും തൊടാനും കഴിയുന്ന എല്ലാ കാര്യങ്ങളും, സൂക്ഷ്മ പദാർത്ഥവും മനസ്സ്, മിഥ്യാഹങ്കാരം തുടങ്ങിയവയും താഴ്ന്ന തരം ഭൗതിക ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഇവയ്ക്ക് പുറമെ മഹാബാഹുവായ അർജുന, അപരേയം ഇതതു അന്യം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യയാ ഇദം ധാര്യതേ ജഗത്. അപരേയം, ഇവയിൽ നിന്ന് വ്യത്യസ്തമായി, ഇതതു അന്യം, ഇതിൽ നിന്നും തികച്ചും അന്യമായി. ഇത് അധമ പ്രകൃതിയാണ്. ഈ അധമ പ്രകൃതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രകൃതിം വിദ്ധിമേ പരാം, വിദ്ധിമേ പരാം, ഉത്കൃഷ്ടമായി, ഇതിനേക്കാൾ ശ്രേഷ്ഠമായി ഒരു പ്രകൃതി കൂടിയുണ്ട് എന്നു നീ ധരിച്ചാലും. എന്താണത്? ജീവഭൂത മഹാബാഹോ യയാ ഇദം ധാര്യതേ ജഗത്. ഈ ജഗത്തിൽ നീ ധരിക്കൂ, അല്ലയോ മഹാബാഹുവായിട്ടുള്ള അർജുന, ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള, നമ്മൾ പറഞ്ഞ സ്ഥൂലവും സൂക്ഷ്മമായ വസ്തുക്കളെല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ അധമ സൃഷ്ടി എന്നാണ് പറയുന്നത്. ഈ അധമ സൃഷ്ടിയേക്കാൾ ശ്രേഷ്ഠമായ വേറെ ഒന്നുണ്ട് എന്ന് നീ ധരിച്ചാലും അർജുന, എന്താണത്? ജീവഭൂത മഹാബാഹോ, ജീവഭൂതങ്ങളാണവ. ഭഗവാന്റെ ഉത്കൃഷ്ടമായ സൃഷ്ടി എന്ന് പറയുന്നത് ജീവഭൂതങ്ങളാണ് എന്ന് ഭഗവാൻ പറയുന്നു. എന്താ ജീവഭൂതം? ജീവനുള്ള ഭൂതങ്ങളാണോ? അല്ല, ജീവജാലങ്ങൾ, ജീവഗണങ്ങൾ. അപ്പോൾ ഭഗവാൻ പറയുന്നത് ജീവഗണങ്ങളാണ് ഭഗവാന്റെ ഉത്കൃഷ്ടമായ സൃഷ്ടി എന്നാണ്. ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. അഥവാ പ്രകൃതിയിൽ എന്തൊക്കെയാണോ ഈ പ്രകൃതിയിൽ ഉള്ളത് അതിനെയെല്ലാം ഉപയോഗിക്കാൻ ഉള്ള സൃഷ്ടിയാണ്, അത് ജീവഗണങ്ങളാണ് എന്ന് പറയുകയാണ് ഭഗവാൻ. നമ്മൾ ഈ ശ്ലോകങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ സൃഷ്ടിയാണ് എന്നും, ആദ്യ മഹത്തത്വമെന്നും, മഹത്വത്തിൽ നിന്ന് ആകാശവും, ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഭൂമിയും, പിന്നീട് ഭഗവാന്റെ ശ്രേഷ്ഠമായ സൃഷ്ടികളായിട്ടുള്ള ജീവഗണങ്ങളും ഉണ്ടായി എന്നും, ഇതിൻ്റെ എല്ലാം തന്നെ നാഥൻ ഭഗവാനാണ് എന്നുമാണ് പറയുന്നത്. നമ്മളപ്പോൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട്, ഈ വിജ്ഞാനം മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും ഞാനാണ് ഭഗവാൻ എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ടല്ലേ. പ്രകൃതിയിൽ നിന്നും പല മാജിക് വഴിയും പലതും സൃഷ്ടിച്ചുകൊണ്ട് താൻ ദൈവത്തിന് തുല്യനാണ്, തന്നെ പൂജിക്കൂ, തന്നെ ആരാധിക്കൂ എന്ന് പറയുന്ന നിരവധി സന്യാസിമാരെ നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ ഏതെങ്കിലും ഒരു അംശം, എത്രയോ ഗുണങ്ങളാണ് ഭഗവാന്, അതിൽ ഏതെങ്കിലും ഒരു ഗുണം അവർക്കുണ്ടാകുമോ? മരണമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ശാശ്വതനായിട്ടുള്ള ഭഗവാനെ, ഭഗവാൻ മാത്രമാണ് ശാശ്വതൻ അല്ലേ. എല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതായാലും ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശാശ്വതനായ ഭഗവാനെ ശരീരസ്ഥരായ ജീവാത്മാക്കൾ അങ്ങയെപ്പോലെ സനാതനരും സർവവ്യാപികളുമാണ് എങ്കിൽ, അങ്ങയെപ്പോലെ തന്നെ എല്ലായിടത്തുമുണ്ട്, സനാതനാണ് എങ്കിൽ അവർ അങ്ങയുടെ നിയന്ത്രണത്തിലാകാൻ വഴിയില്ലല്ലോ. ഭഗവാന് പിന്നെ നിയന്ത്രിക്കാൻ പറ്റുമോ? എന്നാൽ ജീവാത്മാക്കൾ അങ്ങയുടെ സൂക്ഷ്മശക്തികളായി അംഗീകരിച്ചാൽ അവർ ഉടൻ തന്നെ അങ്ങേക്ക് അധീനരാകുകയാണ്. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള മോക്ഷം ഭഗവാനെ അങ്ങയുടെ അധീനതയ്ക്ക് വഴങ്ങുക എന്നതാണ്. അത് ജീവാത്മാക്കളെ സന്തുഷ്ടരാക്കുന്നു. ആ മൂലസ്വരൂപം അറിഞ്ഞു മാത്രമേ അവർക്ക് നിയന്താക്കളാകാൻ കഴിയൂ. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാന്റെ ശക്തിക്ക് മുമ്പിൽ, ആ അധീനതയ്ക്ക് മുൻപിൽ വഴങ്ങി താൻ ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള തോന്നലോടുകൂടി ഭഗവത് സ്മരണ ഉണ്ടാകണമെന്നാണ്.
അപരിമിതാ ധ്രുവാ തൻ അനുഭൃതോ യതി സർവഗത സർഹീന ശാസ്യതേതി നിയമോ ധ്രുവനേതരഥ അജനീചായന്മയം തത് വിമുച്യ നിയന്ത്രഭവേത് സമമനുജാനാതാം യതമിതം മതദുഷ്ടതയ. ഭഗവാന് ദൈവവും ജീവാത്മാക്കളും എല്ലാ പ്രകാരത്തിലും തുല്യരാണെന്നുള്ള യഥമതം മതദുഷ്ടതയ, മലിനവും തെറ്റായതുമായ അഭിപ്രായത്തിന് വിധേയരായതുകൊണ്ടാണ് പരിമിത ജ്ഞാനമുള്ള ആളുകൾ ഭഗവാനെ തെറ്റായി ധരിക്കുന്നത്. അങ്ങനെ അല്ലാതെ ഭഗവാനാണ് സർവ്വതിൻ്റെയും കാരണമെന്ന് മനസ്സിലാക്കി ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും ജീവസൃഷ്ടികളും ഭഗവാന്റെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കി എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരം ശാശ്വതനായ സനാതനായിട്ടുള്ള ഭഗവാന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കി ഓരോ ജീവജാലങ്ങളും, പ്രത്യേകിച്ച് മനുഷ്യജീവൻ ലഭിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ദാസരാണെന്നുള്ള ബോധം ഉൾക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള കർമ്മഫലങ്ങളും ആഗ്രഹിക്കാതെ നവവിധ ഭക്തിയോടുകൂടി പഞ്ചരാത്ര വിധിയോടുകൂടി പുരാണങ്ങൾ വായിച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കുക എന്നതാണ് ഓരോ മനുഷ്യജീവിയുടെയും കടമ എന്നാണ് ഈ കഴിഞ്ഞ എല്ലാ ശ്ലോകങ്ങളിലും കൂടി നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ. ഹരേ കൃഷ്ണ.